മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിച്ച് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നേരിടുന്ന ഭാഗമായിരുന്നു മണ്ണാർക്കാട് വനം ഡിവിഷനിലെ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈറിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള 16 ജീവനക്കാരാണ് കാട്ടാനകളെ തുരത്തുന്നത്. മലയോര ജനതയുടെ ജീവനും സ്വത്തും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പോരാടുന്ന ഒരു കൂട്ടം വനപാലകരുടെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു. വനാതിർത്തിയിൽ പ്രതിരോധ വേലി നിർമ്മിച്ചും ഉറക്കമൊഴിച്ച് കാട്ടാനകളെ തുരത്തിയും ഇവയ്ക്ക് തമ്പടിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കിയുമാണ് ആനകളുടെ കാടിറക്കം ഇവർ തടയുന്നത്. നാട്ടുകാരുടെയും തദ്ദേശ ജനപ്രതിനിധികളുടെയുമെല്ലാം സഹകരണവും ഇവർക്കുണ്ട്. മണ്ണാർക്കാട് വനം ഡിവിഷനിലെ വിവിധ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധികളിലായി പ്രതിവർഷം 500ഓളം തവണ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ടെന്ന് ഓഫീസ് രേഖകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ള മേഖലയാണ് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധി. വർഷത്തിൽ 350-370 തവണയെങ്കിലും ഇവിടെ കാട്ടാനകൾ എത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ളതായി കണക്കാക്കുന്ന ഭാഗവും ഇവിടെയാണെന്ന് വനപാലകർ പറയുന്നു. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഭാഗങ്ങളിലെ ജനവാസ മേഖലയിലേക്കുള്ള കാട്ടാനകളുടെ വരവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശം കുറയ്ക്കാനും മനുഷ്യജീവന് അപകടമില്ലാതെ സംരക്ഷിക്കാനും വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സാധിക്കുന്നുണ്ടെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അംഗം നൂറുൽ സലാം പറഞ്ഞു. വനംവകുപ്പ് ജീവനക്കാർ നമ്മളെ സൈലന്റ് വാലി റേഞ്ച് ഓഫീസറായാലും മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ സുബൈർ സാറായാലും നമ്മളെ മറ്റ് സ്റ്റേഷൻ സ്റ്റാഫുകളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് വന്യമൃഗ ശല്യത്തിന് ഏറെക്കുറെ ഒരു പരിഹാരം കാണാൻ ഈ മേഖലയിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് അതിന് ഭാഗമായിട്ട്. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈറിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള 16 ജീവനക്കാരാണ് കാട്ടാനകളെ തുരത്തുന്നത്. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിന് കീഴിലുള്ള ദ്രുത പ്രതികരണ സേനയും ഇവർക്ക് സഹായത്തിനായി എത്തിച്ചേരും. പടക്കം പൊട്ടിച്ചും ബഹളം കൂട്ടിയും അത്യാവശ്യമാണെങ്കിൽ മാത്രം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചുമാണ് ആനകളെ തുരത്താറ്. ഒരു വർഷം 50,000 രൂപയുടെ പടക്കം ആനകളെ തുരത്താൻ RRT ഉപയോഗിക്കുന്നു. തിരുവിഴാംകുന്നിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് കാട്ടാനശല്യം വർദ്ധിച്ചതിന് പിന്നിലുള്ള കാരണങ്ങളിലൊന്ന്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ ബഫർ സോൺ മേഖല അതിരിടുന്നതിനാൽ ഇവിടെ നിന്നുമാണ് കാട്ടാനകൾ കൂടുതലായും എത്തുന്നത്. വനാതിർത്തിയിൽ തന്നെ ആനകളെ തടയാൻ അമ്പലപ്പാറ മുതൽ കുരുത്തിച്ചാൽ വരെ തൂക്കുവേലി ഒരുങ്ങുന്നുണ്ട്. 1.29 കോടി രൂപ ചെലവിൽ 18 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന വേലിയുടെ പ്രവൃത്തികൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച് 10 കിലോമീറ്ററിൽ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രതിരോധം തീർക്കാൻ പദ്ധതി സഹായകമായെന്ന് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ പറഞ്ഞു. ഈ 18 കിലോമീറ്റർ തൂക്കുവേലിയുടെ അതിൽ 10 കിലോമീറ്റർ തൂക്കുവേലിയുടെ നിർമ്മാണത്തിന് ശേഷം നമുക്ക് നമ്മുടെ വന്യജീവി പ്രത്യേകിച്ച് ആനയുടെ ശല്യത്തിൽ വളരെ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 2023 ഏകദേശം 360 തവണ നമ്മൾ ആന ഇറങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം പകുതിയോളമായിട്ട് നമുക്ക് 2024 കുറയ്ക്കാൻ സാധിച്ചു. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് അറിയിക്കാൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വനപാലകരും അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.